അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള് കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടത്തിയ കർത്താവേ, നിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ
പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതരെ, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയൊരു പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ കർത്താവിൻ്റെ ദൃശ്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആശീർവദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറിയം ഉയർത്തിയ ഒരു ബാനർ, മറിയം ഉച്ചത്തിൽ പ്രഘോഷിച്ച ഒരു സ്ലോഗൻ എന്താണത്? ക്രിസ്തുവിനെ തേടിപ്പിടിക്കൂ, ജീവിതത്തെ വീണ്ടെടുക്കൂ. അതാണ് ക്രിസ്തുവിനെ തേടിപ്പിടി. ഇപ്പം എന്തൊക്കെ പണ്ട് പറഞ്ഞില്ലേ, ഗരീബി കിട്ടാവൂ എന്താ, ദാരിദ്ര്യം അകറ്റു, പണിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ അമ്മ ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് എന്താണ്? ക്രിസ്തുവിനെ തേടിപ്പിടിക്കൂ, ഇല്ലായ്മയ്ക്ക് പരിഹാരം കാണും. അതാരും പറഞ്ഞ അമ്മ പറഞ്ഞല്ലേ. ആ കാനായിലെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ അമ്മ ഉയർത്തിയ സ്ലോഗനാണ്. ആ കുടുംബത്തിലെ കുറച്ച് ഇല്ലായ്മയും കണ്ടപ്പോൾ അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ, എന്നിട്ട് ആ ഇല്ലായ്മ പറയേണ്ട ആൾ ഈശോയാണെന്ന് ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുത്തത് അമ്മയാണ്. അതാണ് receive Jesus Christ and get saved. Receive Jesus Christ and get pacified. Receive Jesus Christ and get contented. എല്ലാത്തിനും പരിഹാരം. നിന്റെ ആന്തരിക ശൂന്യതാ ബോധങ്ങൾക്കും സാത്വിക സ്വത്വങ്ങൾ കൊണ്ട് നിറക്കുന്നത് ക്രിസ്തുവാണ്. അതാണ് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത്. ഒരില്ലായ്മ, വീഞ്ഞവിടെ ഒരു ആ വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ്. വിഷയം എന്താണ്? മനുഷ്യജീവിതത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളുമാണ്. ഇതെല്ലാം പരിഹാരം അമ്മ നിശ്ചയിക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് ഉടമ്പടിയിൽ അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണത്. ക്രിസ്തുവിനെ തേടിപ്പിടിക്കൂ, ഇല്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഉടമ്പടി പറയണത്. എന്താണ്? അവൻ പറയണത് പോലെ ജീവിച്ചുകൊണ്ട്. യോഹന്നാൻ 1:1 മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇതിൻ്റെ അകത്തെല്ലാം ദൈവാനുഭവത്തിൻ്റെ ദൈവിക പദ്ധതിയുടെ മർമ്മം ഉണ്ടെന്ന് എങ്ങനെ വെളിപ്പെട്ടത്? കൃപാസനത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ദാനമാണ്, ഉപദാനം. എന്താണത്? ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. എന്ത് പ്രാർത്ഥിക്കണം എന്നാണ്? ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം. അതാണ് സംഭവം.
എല്ലാ വിഷയങ്ങൾക്കും ദൈവിക നിർദ്ധാരണ പരിഹാര മാർഗമാണ് ഉടമ്പടി. അപ്പം നീ ഉടമ്പടിയിലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവിടെ അബൈഡ് ചെയ്യാൻ നോക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ചെയ്ത തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് നിഷ, ഹസ്ബൻഡ് ബിനു, മക്കൾ കാൻഡിസ്, നോയൽ. ഞങ്ങൾ പൂനെയിൽ കാർമൽ പാരിഷ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത് യൂട്യൂബിലൂടെയാണ്. യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. അതിനുശേഷം ഞാൻ ആദ്യമായി ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. 2023 ഡിസംബർ 28 ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ മോൻ്റെ MBBS പഠനത്തിന് ശേഷം ഞാനും അവരും കൂടി ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുകയും മോൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ, മോൻ ഇവിടെ വന്നത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവന് മാതാവിൻ്റെ രൂപമെടുത്ത് പ്രദർശനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കണമേ എന്ന് മോനോട് ഞാൻ പറഞ്ഞിരുന്നു. മോനെ, നീ അതുപോലെ പ്രാർത്ഥിക്കണം. അതുപോലെ അവനത് മാതാവിനെ കിട്ടുകയും അതുപോലെ ജോസഫ് അച്ഛൻ്റെ തലയിൽ വെച്ചുള്ള ബ്ലെസ്സിങ്സ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളിവിടെ നിന്ന് പോയത്. പിന്നെ ഓഗസ്റ്റിലായിരുന്നു അവൻ്റെ നീറ്റ് PG എക്സാമിന് ശേഷം ഞങ്ങൾക്ക് ഇവൻ ഏത് ബ്രാഞ്ച് സെലക്ട് ചെയ്യണമെന്ന് അത്ര ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവന് നീറ്റിന് കിട്ടിയ സ്കോറ് വെച്ച് നോക്കുമ്പോൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാഞ്ച്, അവൻ ആഗ്രഹിച്ചിരുന്ന ബ്രാഞ്ചിൽ തന്നെ കിട്ടാനായിരുന്നു സാധ്യതയുണ്ടായിരുന്നത്. പിന്നെ നീറ്റ് കൗൺസിലിംഗ് സ്റ്റാർട്ടായ സമയത്ത് സെൻറ്റ് ജോൺസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പൂനെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാൺ ഡയോസിസിലെ ബിഷപ്പിൻ്റെ ലെറ്ററും ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ടാണ്, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റുമായിട്ടാണ് സെൻറ്റ് ജോൺസിൽ വരേണ്ടിയിരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അവൻ സെൻറ്റ് ജോൺസിൽ വരികയും ആ വന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവന് വന്ന് എന്നോട് പറഞ്ഞു, അമ്മ, ആ കോളേജ് നല്ലതാണ്, എനിക്ക് അവിടെ കിട്ടുവാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ്. പിന്നീട് ഞങ്ങളപ്പം സെൻറ്റ് ജോൺസ് എന്ന് എപ്പോഴും മനസ്സിൽ കരുതി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം റൗണ്ട് 1 കൗൺസിലിംഗ് തുടങ്ങി. ആ സമയത്ത് നമുക്ക് മനസ്സിലായി സൈക്കാട്രി ബ്രാഞ്ചിലോട്ട് ഞങ്ങൾ കാറ്റഗറി 3 ആണ്. കാറ്റഗറി 1 ഒരു സീറ്റാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാർക്കുള്ള സീറ്റാണ്, അവർ ഡോക്ടറാണെങ്കിൽ അവർക്കുള്ളത്. കാറ്റഗറി 2 3 സീറ്റ് സെൻറ്റ് ജോൺസിൽ പഠിച്ചിട്ടുള്ള MBBS അവിടെ നിന്ന് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അവർക്കാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി 3 ആണ്, ഞങ്ങൾക്ക് സീറ്റൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അന്ന് തന്നെ ഞാൻ ലൈറ്റ് ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ മാതാവ് ഞങ്ങളെ പ്രത്യേകമായിട്ട് ഈ ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു, അത് പൂർത്തിയാകാനായിട്ട് ചില ചലഞ്ചായിട്ട് എനിക്കൊരു സാഹചര്യം ഒരുക്കി തരികയുണ്ടായി. ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നൊരു യൂട്യൂബറാണ്. എനിക്ക് ഏകദേശം 41,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബ് ചാനൽ. ഒരു നവംബർ 11 ഞാൻ എൻ്റെ ചാനലിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്തു. ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ആദ്യത്തെ വീഡിയോ. അതിനുശേഷം 4 മണിയായപ്പോഴത്തേക്കും അടുത്ത വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4:15 ആയപ്പോഴത്തേക്ക് എൻ്റെ സൊസൈറ്റിയിലൊരു ആൻറ്റി വന്ന് പറഞ്ഞു, നിഷ, എന്തോ നിൻ്റെ വീഡിയോ ചാനലിൽ പറ്റിയിട്ടുണ്ട്, സം വിയേർഡ് മെസ്സേജ് വരുന്നുണ്ട് എന്ന് നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചാനൽ ടെർമിനേറ്റായി. പ്രത്യേകിച്ചൊരു റീസണും എനിക്ക് മനസ്സിലായില്ല, ചാനൽ ടെർമിനേറ്റായി. അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു, മോൻ മെസ്സേജ് നോക്കിയിട്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ മെയിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അമ്മയുടെ ചാനൽ ടെർമിനേറ്റായി പോയിട്ടുണ്ട്, അവിടെ നിന്നൊരു മെസ്സേജ് വന്നു അപ്പീൽ ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ അപ്പീൽ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്ന് അവർ പറഞ്ഞു, നിങ്ങളുടെ ചാനലിൽ ഞങ്ങൾ ചെക്ക് ചെയ്തു, ടെർമിനേറ്റാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ല, ഞാൻ വേറൊരു ചാനൽ തുടങ്ങാം. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ എങ്ങനെ തുടങ്ങിയാലും ഇങ്ങനൊരു മിസ്റ്റേക്കിൽ അവർ എൻ്റെ ഫേസ് ID ഒക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്നെ ടെർമിനേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം കാരണം എനിക്ക് യൂട്യൂബിൽ ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ വീഴ്ച വന്നതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പിന്നീട് തരാനുള്ള അനുഗ്രഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ടായിരിക്കാം ഇങ്ങനൊരു ചലഞ്ച് തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിലിനി ഉടമ്പടിയിലെ കുറേ പത്രങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ ആ പത്രം എല്ലാം എടുത്ത് അതിനകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും അതുപോലെ തന്നെ തൈലമൊക്കെ പുരട്ടിയിട്ട് പത്രം എല്ലാം എടുത്തിട്ട് പിറ്റേ ദിവസം ഞാനും മോനും കൂടി അവിടെ, ഞാൻ ഇതുവരെ പോകാത്ത, പൂനെ താമസിച്ചിട്ട് 22 വർഷമായി, പക്ഷേ ഒരിക്കൽ പോലും പോകാത്തൊരു പള്ളിയുണ്ട് അവിടെ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു മാസമുണ്ട്. ഞാനും ഇവനും കൂടി പോയി അവിടെ പത്രമൊക്കെ കൊടുത്തു, അവൻ്റെ ഇംഗ്ലീഷ് പത്രമൊക്കെ കൊടുത്തു തീർത്തു.
കുർബാനയും കൂടി. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഉടമ്പടി ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ചാനൽ നിനക്ക് റിക്കവറാക്കി തന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് പിടികിട്ടി ഈ പത്രം കൊടുക്കാതെ എന്നെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ആണ് എന്നെ ഏറ്റവും കൂടുതൽ മാതാവിന് ഞാൻ അകന്നു പോയെന്നും തോന്നുന്നതും അത് ഈശോയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാതാവ് എനിക്ക് തരുന്നതെന്ന് മനസ്സിലായി. ഞാൻ പിന്നീട് ആ പത്രം എല്ലാമായിട്ട് പിന്നീടുള്ള സൺഡേകൾ ഞാനും മോനും കൂടി അടുത്ത ഇത്രയും വർഷമായിട്ട് ഞാൻ പോയിട്ടില്ലാത്ത കുറച്ച് പള്ളികളുണ്ട് അവിടെ. ആ പള്ളിയിലെല്ലാം പോകുന്നു. ചിലപ്പം 1, 2, 3 കുർബാനയൊക്കെ കണ്ട ദിവസമുണ്ട്. പത്രം എല്ലാം കൊടുത്ത് തീർത്തു. അങ്ങനെ രണ്ടാമത് ഇവരുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും കാറ്റഗറി 2-ലെ 3 സീറ്റിലും അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ സീറ്റ് കിട്ടാൻ സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഡിസംബർ 14-ാം തീയതി ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കർണാടക എൻട്രൻസ് അതോറിറ്റിയിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വരണം. ആ സമയത്ത് ഞാൻ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് അതിനകത്ത് ഉപ്പും അതുപോലെ തന്നെ വിശുദ്ധ തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് മോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. അത് ഇവിടുന്ന് സബ്മിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡിസംബർ 16-ാം തീയതിയിലെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ അച്ഛൻ്റെ ഒരു വേർഡ്സ് എനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രൈക്കായി. അച്ഛൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, മാത്യു 7:9 മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നവരുണ്ടോ, അതുപോലെ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായി നിങ്ങൾക്ക് മാതാവിനോട് ചോദിക്കുന്ന എല്ലാ അനുഗ്രഹവും തരും. നിങ്ങളുടെ ഉടമ്പടിയിൽ എന്ത് വെച്ചിട്ട് നിയോഗം നിങ്ങൾക്ക് സാധിച്ചു തരും. അപ്പോൾ എനിക്കത് ഒത്തിരി എനിക്ക് തോന്നി, എനിക്കുള്ള മെസ്സേജായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ മോനോടും പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട് കേട്ടോ, ഇത് നമുക്ക് ചിലപ്പോൾ ഉള്ള മെസ്സേജ് ആയിരിക്കും. അപ്പോൾ മോൻ പറഞ്ഞു, കുഴപ്പമില്ല അമ്മ, ഞാൻ മാതാവിനോട് ഈശോയോടും പറയുന്നുണ്ട് എനിക്കൊരു സീറ്റ് കിട്ടണേ, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം വെച്ചാൽ അവൻ നിരാശയിലേക്കൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ മക്കളെ വിശ്വാസത്തിൽ വളർത്തുമ്പോൾ അവർ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വിശ്വാസം തകർന്നു പോവുകയാണെങ്കിൽ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമായി. കുഴപ്പമില്ല, ഇനിയിപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം വളരെ വ്യക്തമായിരുന്നു, റൗണ്ട് 2-ൽ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ട്. അതുവഴി ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് മാംഗ്ലൂരാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 25 അപ്പോൾ ഞങ്ങൾ 22-ാം തീയതി പൂനെയിൽ നിന്ന് ബാംഗ്ലൂരിൽ വരികയാണ്. ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എടുക്കുകയും വേണം, മറ്റേ കോളേജ് ജോയിൻ ചെയ്യുകയും വേണം ഇൻ കേസ് ബാംഗ്ലൂർ കിട്ടിയില്ല എങ്കിൽ. പക്ഷേ 23-ാം തീയതി ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് 12 മണിക്കാണ് ഞങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. അവനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും മാതാവിൻ്റെ ഒരു ഇടപെടൽ മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാറി. കാരണം കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് മാതാവ് തന്നു എന്ന് ഉറപ്പായി വിശ്വസിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ഗിസ് ഗ്രേസ് എന്നുള്ളത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവനെ അതിനുശേഷം അവിടെ MDക്ക് സൈക്കാട്രിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇതിലേക്ക് വരുത്താൻ വേണ്ടി മാതാവ് ഞങ്ങളെ തയ്യാറാക്കിയ വിധവും അതൊക്കെ ഒത്തിരി ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന കുറവുകളെ മനസ്സിലാക്കി തരാനും നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയും ഇതൊക്കെ ചെയ്യാനും സാധിച്ചു. അപ്പം ഞാൻ അന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ പോയ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രത്യേകമായിട്ട് ഓൺലൈനിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ടിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത്, അതുപോലെ തന്നെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഫാസ്റ്റ്, അതായത് നോൺ വെജ് അതുപോലെയുള്ളൊന്നും കഴിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങളെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ എല്ലാ കുറവുകളും, ഞങ്ങൾ എവിടെയാണോ കുർബാനയ്ക്ക് പോകുന്നതിലോ അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നതിലൊക്കെ ഉള്ള കുറവുകൾ മാറ്റിക്കൊണ്ട് ആ ഒരു മാസക്കാലം വളരെ ഞങ്ങളുടെ കൂടെ നടക്കുന്ന പോലെയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇന്ന പോലെ ചെയ്യുന്നു പറയുന്നു തരുന്നതായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നു തീരുമാനിച്ച സമയത്ത് തന്നെ എനിക്കൊരു അലർജി രോഗമുണ്ടായിരുന്നു. ഏകദേശം 35 വർഷമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളം പൈപ്പ് തുറന്ന് പാത്രം കഴുകുകയൊക്കെ ചെയ്ത് അപ്പത്തൊരു തുമ്മാൻ തുടങ്ങും. അതുപോലെ ഫ്രിഡ്ജ് തുറന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല. കുറേ എല്ലാ ദിവസവും ഞാൻ അലറി ഡി എന്നൊരു ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അത് ഒത്തിരി വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഞാൻ പോലും അറിയാതെയാണ് എനിക്ക് അങ്ങനെ ഒരു സൗഖ്യം മാതാവ് തന്നത്. അതായിരുന്നു എനിക്ക് ആദ്യമുണ്ടായ ഒരു രോഗസൗഖ്യം. 5 വർഷമായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു ആ ഒരു അലർജി പ്രോബ്ലം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് മെയിനായിട്ട് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നു. പത്രം ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ പള്ളികളിലായിരിക്കത്തില്ല ഇപ്പം കൊടുക്കുന്നത്, പുറത്തുള്ള പള്ളികളിലാണ് കൊണ്ടു കൊടുക്കുക. അത് ചിലപ്പം ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവുമായിട്ടാണ് പോകുന്നത്. അവിടെ പല പള്ളികളിലും കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുക, ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കേൾക്കുന്നത് സ്റ്റാറ്റസ് ഇടാറും ഷെയർ ചെയ്യാറുമുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ മാസവും ഞാൻ ആദ്യ വെള്ളിയാഴ്ചയാണ് കുമ്പസാരിക്കുന്നത്. അതുപോലെ തന്നെ പള്ളികളിൽ എല്ലാ സൺഡേയും മാസിന് പോകുന്നു. കഴിയുന്നതും ഞങ്ങൾക്ക് ഈവനിങ്ങിലാണ് ഒരു ദിവസം മാസം ഉള്ളത്, അതുകൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ പോവാറുണ്ട്.
പിന്നീട് ബൈബിൾ വായന, അതുപോലെ തന്നെ ജപമാലയാണ് ഏറ്റവും കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കാറുള്ളത്. My name is Noel. I have truly been blessed by this miracle in my life. Just like Father Joseph keeps saying, not by merit but by grace. I feel my life is truly a testament for the things that have happened in the last 1 year. I could not have expected anything of that sort. I would like to take this opportunity to thank our Lord Jesus Christ and Blessed Mother Mary for all the blessings that me and my family have received. ഈ ഒരു അനുഗ്രഹം നൽകി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാകാൻ അവസരം നൽകിയ മാതാവിനും തിരുകുമാരനും 1000 നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷി ഇവിടെ നിർത്തുന്നു. എൻ്റെ പേര് ഷീബ ജെയിംസ്. ഞാൻ വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ അംഗമാണ്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഒക്ടോബർ 5-ാം തീയതിയാണ്. അന്നിവിടെ ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ഇങ്ങനെ തകർന്ന മനസ്സോടുകൂടി കരഞ്ഞ് ആണ് ആദ്യമായിട്ട് വന്നത്. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കണ്ണീരില്ല. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മകന് ജനിച്ച അന്ന് മുതൽ എന്നും അസുഖമായിരുന്നു. അവൻ്റെ പേര് ഇമിനോഫിൻ, മോൻ്റെ പേര്. അവന് എന്നും അസുഖം. ആഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവും. അങ്ങനെ ചെറുപ്പം മുതൽ അസുഖമായി മരുന്നൊക്കെ കഴിച്ച് എപ്പോഴും അവനൊരു ഊർജ്ജസ്വലതയില്ലാതെ ആണ് അവൻ്റെ ഇരിപ്പ്. LKGയിലൊക്കെ ചേർത്തു, സ്കൂളിൽ ചേർത്തിട്ടും കുട്ടികളുടെ കൂടെ കളിച്ചിട്ടും അവൻ കളിക്കാനൊന്നും പോകാറില്ല. അവനിങ്ങനെ എപ്പോഴും എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പം മരുന്ന് അതുപോലെയാണ് ചെല്ലുന്നത്, ഹെവി ഡോസ്. ഭക്ഷണം അധികം കഴിക്കാറില്ല. അപ്പം ഹെവി ഡോസ് മരുന്ന് പോയിട്ട് എപ്പോഴും ഒരു മൂകത പോലെ എവിടെയെങ്കിലും പോയി ഒതുങ്ങി ഇരിക്കും. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എപ്പോഴും കിടക്കും. കളിക്കേണ്ട പ്രായത്തിലൊന്നും അവനധികം ഓടി കളിക്കാറില്ല. അങ്ങനെ 9ാം ക്ലാസ് വരെ അവൻ പഠിച്ചു. 9ാം ക്ലാസ് കഴിഞ്ഞപ്പം 10ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോഴാണ് SSLC എക്സാം എന്ന വലിയൊരു കടമ്പ വന്നത്. അപ്പോൾ സ്കൂളുകാർക്ക് ബുദ്ധിമുട്ടായി, ഇവനെ എങ്ങനെ എഴുതിപ്പിക്കും. സ്കൂളിൽ എക്സാം എഴുതിപ്പിക്കുന്ന കാര്യമൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളെ അവർ വിളിപ്പിച്ചു. എല്ലാവർക്കും വിഷമമായി. അവസാനം സ്ക്രൈബിനെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കാമെന്നുള്ള രീതിയിലായി. 10ാം ക്ലാസ്സിൽ സ്ക്രൈബ് എക്സാം എഴുതി അവൻ SSLC പാസ്സായി. അതിനുശേഷം വീട്ടിൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യാനും ഒക്കെ മിടുക്കനാണ്. അപ്പം ഞങ്ങളും അവനെ വഴക്ക് പറയാൻ തുടങ്ങി. നീ വീട്ടിൽ മിടുക്കനാണല്ലോ, അപ്പോൾ അതുപോലെ നിനക്ക് പഠിക്കുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ എന്നപ്പം ഞങ്ങളും കൂടി വഴക്ക് പറഞ്ഞപ്പോൾ അവനത് മാനസികമായിട്ട് ഒത്തിരിയേറെ മുറിവുകളുണ്ടാക്കി. അവനത് ഈ അടുത്ത ഇടെയാണ് ഞങ്ങളോടതൊക്കെ പറയുന്നത്. അങ്ങനെ വീണ്ടും +2 കൊണ്ടേ ചേർത്തു. +2 ഇതേ അനുഭവം തന്നെ. ഒരു 2 ആഴ്ച കൂടുമ്പോൾ 3 ദിവസമൊക്കെയാണ് അവൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. അവസാനം അവിടെയും സ്ക്രൈബ് തന്നെ അവൻ എഴുതേണ്ടി വന്നു. അങ്ങനെ എക്സാമൊക്കെ എഴുതി പാസ്സായി. പിന്നീട് അവന് പഠിക്കണം എന്നില്ല. അവൻ ഞങ്ങളോട് പറയുന്നില്ല, പഠിത്തമൊക്കെ വെറുത്തു, ഇനി ഒന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാമെന്നൊരു ഇതായിരുന്നു അവന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കാശുരൂപം പിടിച്ച് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവിനോട് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇവനൊരു വേദനയായിരുന്നു വീട്ടിൽ, എപ്പോഴും അസുഖം. ഇവനൊന്ന് ചുമച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പോവും. എന്തോ അസുഖമാണെന്ന് നമുക്കറിയാം. ഓണത്തിനോ ക്രിസ്തുമസിനോ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അന്ന് നല്ല ഭക്ഷണം കഴിച്ച് അവനൊന്ന് ഛർദ്ദിക്കും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പനിക്കോള് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ വിഷമിച്ചിരുന്നു. എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി, ഞങ്ങളുടെ ഒരു 2 കിലോമീറ്ററുള്ളിൽ ഒരു പോളിടെക്നിക് കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി അവരോട് ചോദിക്കാം, പഠിച്ചെഴുതാൻ പറ്റാതെ പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ പറ്റുന്ന തരം എന്തെങ്കിലും കോഴ്സുണ്ടോ അവന് പറ്റിയത്. അങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ കോളേജിൽ ചെല്ലുവാണ്. കോളേജിൽ ചെല്ലുമ്പം എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്, ചേട്ടനും ഞാനും ഇവനും കൂടി. അവിടെ ചെന്ന് കോഴ്സുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അറിഞ്ഞു. അധ്യാപകരൊക്കെ നന്നായിട്ട് പറഞ്ഞൊക്കെ തന്നു. അപ്പോൾ ഇവനോട് അധ്യാപകരൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പം ഇവനോട് പറയുകയാണ്, മോനെ നിനക്ക് ലാംഗ്വേജ് നിൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇംഗ്ലീഷ്, മലയാളം, തമിഴ് നന്നായിട്ട് അവൻ കൈകാര്യം ചെയ്യും. അപ്പം മോൻ്റെ കയ്യിൽ ലാംഗ്വേജസ് ഉണ്ടല്ലോ, അപ്പം മോന് പറ്റും. മോൻ്റെ അത്രയും കഴിവുകളില്ലാത്ത കുട്ടികൾ പോലും നല്ല മാർക്കോട് കൂടി ഇവിടുന്ന് പാസ്സായിട്ടുണ്ട്.
അങ്ങനെ അവനെ എൻകറേജ് ചെയ്തു. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അധ്യാപകർ അവനോട് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് അവനൊരു ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ് എന്നും പറഞ്ഞൊരു കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇവൻ അതിലങ്ങ് പിടിച്ചു. അപ്പം എനിക്കങ്ങ് വെപ്രാളമായി. ഞാൻ പറഞ്ഞു, ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി എഴുതാനുണ്ട്, നിന്നെക്കൊണ്ട് അത് പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതിൽ തന്നെ ഉറച്ചു നിന്നപ്പം അവൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, അവൻ പറഞ്ഞെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് വിടണം, ബാക്കി മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ഒന്ന് പറയാൻ വിട്ടുപോയി. ഈ ഹെവി ഡോസ് മരുന്നൊക്കെ കഴിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ വേദനയ്ക്കിടയിൽ +1 പഠിക്കുമ്പോൾ അവന് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇതുപോലെ കൃപാസനത്തിൽ വരാൻ ഞങ്ങൾ 3 മണിക്ക് എണീറ്റ് ഒരുങ്ങി കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഫിക്സ് വന്നു. ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. അപ്പോൾ അത് വേദനയ്ക്ക് മുകളിൽ വേദനയായി. അവൻ ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹെവി ഡോസ് ഗുളികയുടെ കൂടെ മറ്റേ ഫിക്സിൻ്റെ രാവിലെയും വൈകിട്ടും ഓരോ ഡോസും കൂടി. അപ്പം പിന്നീട് അവൻ സംസാരിക്കാതായി, ആരോടും സംസാരിക്കത്തില്ല. എപ്പോഴും അവൻ എപ്പോൾ ചെന്നാലും റൂമിൽ കയറി അവൻ കിടക്കുന്നതാണ്. വീട്ടിലെപ്പോഴും അവൻ കിടപ്പാണ്. അത് കണ്ടാൽ നമുക്ക് സഹിക്കുകയില്ല, അതുപോലെ ഒരു വിഷമം. അങ്ങനെ അവൻ കോളേജിൽ പോയി അത്യാവശ്യം നല്ല ആക്റ്റീവായി, എല്ലാവരുമായിട്ട് കൂട്ടുകൂടുന്നു. ഇവനെ എല്ലാവർക്കും ഇഷ്ടമാണ്, അധ്യാപകർക്കുമൊക്കെ എല്ലാവരോടും എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ കോളേജിൽ പോയി ഒരു ദിവസം ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് അവനെ പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ട് അവിടെ ഉറക്കം ഇളച്ചതിൻ്റെ അന്നാന്ന് തോന്നുന്നു. അന്ന് രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റപ്പോൾ വീണ്ടും അവന് ഫിക്സ് വന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഭയങ്കര വിഷമമായി. ഞങ്ങളെല്ലാവരും അങ്ങ് വിഷമിച്ചിരുന്നു. 2-3 ദിവസമായിട്ടും അവനങ്ങ് അസുഖമൊന്നും മാറുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ ഇവനെയും കൂട്ടി എല്ലാവരുമായിട്ട് കൃപാസനത്തിൽ വന്നു. അവന് നിൽക്കാൻ മേല, കുഴഞ്ഞു പോന്നു. ചേട്ടൻ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് അവൻ തന്നെ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. പിന്നീട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എന്നെ ഒക്കെ അതിശയിപ്പിക്കുന്ന പോലെ ആയിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ ഉഴപ്പുന്നത് പോലെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇവനെ കാണുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഊർജ്ജം വരാൻ തുടങ്ങി. രാത്രി 9-9:30 ആകുമ്പോൾ എല്ലാവരും കിടക്കാനായിട്ട് റൂമുകളിലേക്ക് പോകുമ്പം ഇവൻ തിരി കത്തിക്കുന്ന റൂമിൽ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിലിരുന്ന് സ്വന്തമായിട്ട് ജപമാല ചൊല്ലുക, അവൻ്റേതായ പ്രാർത്ഥനകൾ. രാവിലെ അവൻ എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ എല്ലാ പ്രാർത്ഥനകളും നടത്തി. ഒരു 10-10 എപ്പോഴാണ് അവൻ കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇരുന്ന് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ. മാതാവ് അവനെ ചിരിച്ചു കാണിക്കുന്നു. ഒരു വിഷമം വന്നാൽ ഓടിപ്പോയി അവൻ ആ ഫ്രണ്ടിൽ പോയിരിക്കും. അപ്പം ഞാനവനെ വഴക്ക് പറഞ്ഞാലും അവൻ പറയും, എനിക്ക് മാതാവിനറിയാം ഞാൻ ആരാന്ന്, മാതാവിനറിയാം. എന്ത് പറഞ്ഞാലും അവൻ മാതാവിനറിയാം, ഈശോയ്ക്കറിയാം എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം നന്നായിട്ട് ബലപ്പെട്ടു. അതിനുശേഷം 3-ാമത്തെ മാസം പുതുക്കിന് ഇവിടെ വന്നപ്പോൾ അവൻ ഒരു ഷോപ്പർ നിറച്ച് ഗുളികയാണ് അവൻ കഴിക്കുന്നത്. അവന് മൂക്കിനുള്ളിൽ സ്പ്രേ ചെയ്യണം, ഇൻഹീലറുണ്ട്, ഗുളികകളുണ്ട്. ഒരു കെട്ട് നിറച്ച് അവൻ ഞങ്ങളുടെ ബാഗിനൊപ്പം അവൻ ആ കെട്ടും എടുത്തു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവൻ ഈ മാതാവിനോട് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ ഈ മരുന്ന് കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗുളികകളെല്ലാം ഇവിടെ കൊണ്ട് കാണിച്ചിട്ട് പിന്നീട് അവനത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇവൻ്റെ ഈ അസുഖവും ഇവൻ്റെ ആ ഫീലിങ്സൊക്കെ കണ്ടിട്ട് വിഷമം തോന്നി. അന്നേരം ഇവൻ പറഞ്ഞു, അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? ഇവൻ അൾത്താര ശുശ്രൂഷയാണ് പള്ളിയിൽ. ഞാൻ ഈ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വീണ് മരിച്ചാൽ ഈശോയ്ക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ? അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം, നമുക്ക് എല്ലാവർക്കും. അതിൽ പരം ഒരു നല്ല മരണമുണ്ടോ അമ്മേ എന്ന് ചോദിച്ചാൽ പിന്നീട് അവൻ മരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ സംസാരിച്ചപ്പോൾ ഞാൻ ഒരമ്മയെന്നുള്ള നിലയിലുള്ള എൻ്റെ വേദനകളെല്ലാം പോയി. ഇപ്പോൾ എനിക്ക് അവനെ ഓർത്തൊരു വിഷമവുമില്ല, പപ്പായ്ക്കുമില്ല, ഞങ്ങൾക്ക് ആർക്കും അവനെക്കുറിച്ച് ഒരു വിഷമവുമില്ല. അവൻ ചുമച്ചാലോ അവൻ എന്ത് അസുഖം വന്നാലും ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല. ഇപ്പം അവൻ അമ്മയുടെ കരങ്ങളിലാണ്. അമ്മയാണ് അവനെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എക്സാം +2-നും 10ാം ക്ലാസ്സിലും സ്ക്രൈബ് എഴുതിയതുകൊണ്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ഇവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഞാൻ ജയിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷേ ഞാൻ ഇത്തവണ പരീക്ഷ എഴുതും എന്ന് പറഞ്ഞു. അങ്ങനെ ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും അവൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. ജയിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവൻ എഴുതി. അവൻ്റെ ആഗ്രഹപ്രകാരം മാതാവിനോട് പറഞ്ഞതുപോലെ മാതാവ് അവനെ കൊണ്ട് ആ പരീക്ഷ എഴുതിപ്പിച്ചു. അതുപോലെ തന്നെ അവൻ്റെ കോൺഫിഡൻസ് ലെവല് അവനെ സംസാരിക്കും. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ, എന്താടാ നിനക്ക് വയ്യേ, എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഉടനെ പറയും, അത് മാതാവ് നോക്കിക്കോളും, ഈശോ നോക്കിക്കോളും, അമ്മ എന്തിനാ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നത്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട് അവൻ്റെ. പണ്ട് ഇവൻ അങ്ങനെ ആയിരുന്നില്ല. ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്ത ആ ദിവസങ്ങളൊക്കെ എനിക്ക് മൈഗ്രെയിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. വണ്ടിയെ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലൊക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഭയങ്കര അതിശക്തമായിട്ടുള്ള തലവേദന ഉണ്ടായിരുന്നു.
അത് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിന് പോയതിന് ശേഷം അതെപ്പോഴാണ് വിട്ടുപോയതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം അതുപോലുള്ളൊരു തലവേദന വന്നിട്ടില്ല. എനിക്ക് ഉപവാസം എടുത്താലോ അല്ലെങ്കിൽ അങ്ങനെ വിശന്നിരുന്നാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. 15 വർഷം പഴക്കമുണ്ടായിരുന്നു. അത് മാതാവ് എനിക്ക് മാറ്റി തന്നു. അതുപോലെ ഞങ്ങളുടെ വീടൊരു കുന്നിൻ്റെ ചെരുവിലാണ്. അപ്പോൾ 19 വർഷമായിട്ട് അവിടെ ഞങ്ങൾക്ക് വഴിയില്ല. ഞങ്ങളൊരു ഊടുവഴിയിൽ കൂടിയാണ് കയറി പോകുന്നത്. കുടയൊക്കെ പിടിച്ചുകൊണ്ടൊന്നും നമുക്ക് മഴയത്ത് കുട പിടിച്ചുകൊണ്ടൊന്നും നടക്കാൻ പറ്റാത്ത ഒരു ഊടുവഴി. അപ്പോൾ അതങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പല സാക്ഷ്യങ്ങളിലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഉപ്പ് വിതറി കാശുരൂപം കൊണ്ടേ കുഴിച്ചിട്ടു, അപ്പോൾ നമുക്ക് വഴി ലഭിച്ചു എന്ന്. അപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി. ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഞാൻ എൻ്റെ വഴിയിലുടനീളം ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി ജോലിക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് പോയി. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ഒരു കാശുരൂപം ആ പോകുന്ന വഴിക്ക് കല്ലുകളൊക്കെ ഇളക്കി കിടന്നു. അതിനിടയിലോട്ട് ആ കല്ലുകൾക്കിടയിൽ നിക്ഷേപിച്ചിട്ട് വേറൊരു കല്ലെടുത്ത് അടച്ചു വെച്ചു, ആരും ചവിട്ടാതിരിക്കാൻ. അങ്ങനെ പോയി ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നു. രാത്രിയായപ്പം പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു മഴയും ഒരു വെള്ളപ്പൊക്കവും. അത് കുമ്മളി വനത്തിനുള്ളിൽ എവിടെയോ ഉരുള് പൊട്ടിയിട്ട് ആരും പ്രതീക്ഷിക്കുന്നില്ല. അന്നേരം മഴക്കാലമൊന്നും അല്ല. അങ്ങനെ ഉരുള് പൊട്ടി വന്ന് ഞങ്ങളുടെ ആ ഉള്ള നടപ്പാലവും കൂടെ പോയി. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയാം, മാതാവേ, ഞാൻ നിന്നോടൊരു വഴി ചോദിച്ചപ്പോൾ നീ എൻ്റെ ഉള്ള വഴിയും കൂടി കളഞ്ഞോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഈ വഴിയും എല്ലാം നമുക്ക് കയറിപ്പോകുന്ന കുറേ ദൂരമുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ വളഞ്ഞു നിൽക്കുന്നു. ഭയങ്കര അപകടം പിടിച്ച സാഹചര്യമാണ് അവിടെ. അങ്ങനെ പിറ്റേന്ന് പൊതു അവധിയായിരുന്നു. പലരുടെയും വീടുകളിൽ വെള്ളം കയറി ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റോഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ MLA അവിടെ നമ്മളെ കാണാൻ വരുന്നു. അവരുമായിട്ടിങ്ങനെ മനുഷ്യരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ ജനം നിൽപ്പുണ്ട്. മനുഷ്യരുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുല്ലപ്പെരിയാർ ഡാം കണ്ടിട്ട് റോഷി അഗസ്റ്റിൻ MLA അതിലേ കടന്നു പോകാൻ യാദൃച്ഛികമായിട്ട് വന്നതാണ്. വന്ന് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഉടനെ ഞങ്ങളുടെ വഴിയുടെ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ ആ റോഡ് വെട്ടാനുള്ള തീരുമാനമായി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടം വരെയും വഴി വെട്ടിയിട്ടിരിക്കുന്നു. അതിന് കോൺക്രീറ്റ് ചെയ്യോ ടാർ ചെയ്താലോ മതി. ഒരു പാലം പണിയേണ്ടതായിട്ട് കൊണ്ട് മാത്രം അതങ്ങനെ നിൽക്കുവാണ്. അപ്പം നമുക്ക് തകർച്ചകൾ വരുന്നത് പോലും നന്മയ്ക്കായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നമുക്ക് കുട പിടിച്ച് കയറിപ്പോകാം. ഞാൻ ഞങ്ങളുടെ BRCക്ക് കീഴെ നമ്മുടെ ഹിന്ദി കുട്ടികളുടെ അന്യസംസ്ഥാന കുട്ടികളുടെ വോളണ്ടിയറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് മാതാവ് തന്ന ജോലിയാണ്. അതിനധികം ശമ്പളമൊന്നുമില്ല, എങ്കിലും ഒരു വരുമാനം എന്നുള്ള നിലയിൽ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കൊറോണയായി. അപ്പം കൊറോണ സമയത്ത് ഞാൻ ശരിക്കും പഠിച്ചത് എനിക്കറിയാവുന്ന ഫാഷൻ ഡിസൈനിങ് ആണ്. വെഡ്ഡിങ് സാരിയിലൊക്കെ വർക്ക് ചെയ്യാനാണ് എനിക്കറിയാവുന്നത്. അപ്പം ഞാനൊരു സ്കൂളിലേക്ക് ഇങ്ങനെ ജോലി കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ, എന്തെങ്കിലും ഒന്ന് പഠിക്കണം, ടീച്ചിങ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കൊറോണ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് TTC NTTCയും ചെയ്തു. അങ്ങനെ ചെയ്ത് അതിനുശേഷം കോഴ്സൊക്കെ കംപ്ലീറ്റായി എക്സാമൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ് വരാൻ താമസിച്ചു. ഞാൻ സാധാരണ പോലെ കൊറോണ കാലം കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങി. ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് കൊടുത്ത കൊരിയർ വരുവാണ് സ്കൂളിലേക്ക്. സ്കൂളിൽ കൊരിയർ വന്നു. അങ്ങനെ എൻ്റെ ആ മാർക്ക് ലിസ്റ്റൊക്കെ കണ്ടപ്പോൾ സാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. പോയി അംഗൻവാടിയുടെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, പോയി അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, ഈ ജോബറൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ജോലി എന്നോർത്തു. സാർ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ഞാൻ പോയി ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് പുറത്ത് വന്നത്. 7ാം റാങ്കിൽ ഞാനുണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ പേരിങ്ങനെ ഇടിച്ച് നിൽക്കുകയായിരുന്നു ആ ജോലിക്ക്. എനിക്കറിയില്ല, ഇവനും ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊരു സ്ഥിരം ജോലിയെന്ന്. അങ്ങനെ ഒരു ഓർക്കാപ്പുറത്ത് എനിക്ക് സ്ഥിര നിയമനം കിട്ടി. ഒക്ടോബർ 14-ാം തീയതി ഞാൻ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്തു അംഗൻവാടിയിൽ. അങ്ങനെ പിന്നെയും ഉണ്ട് ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. 6 നിയോഗങ്ങളാണ് എഴുതേണ്ടതെങ്കിലും എനിക്ക് 6 അല്ല, 600 അല്ല, 6000 അല്ല. ഒരു ദിവസം ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങളുടെ ഒരു പേമാരി എന്ന് പറയാം, അതുപോലെ എനിക്ക് അനുഗ്രഹങ്ങളാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരിയേറെ സങ്കടങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പം എനിക്ക് എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും 9 കിലോമീറ്റർ അപ്പുറയാണ് ഇടവകപ്പള്ളി. അപ്പോൾ ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് ചൊവ്വായും വെള്ളിയുമുള്ള വൈകുന്നേരത്തെ കുർബാന ഒരിക്കലും ഞങ്ങൾ മുടക്കാറില്ല. അപ്പോൾ അങ്ങനെ സ്കൂൾ വിട്ട് പോയി ആ വിശുദ്ധ കുർബാനയുടെ നിത്യാരാധന ചാപ്പലിൽ പോയി ഇരുന്ന് ഈശോയുടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പ്രതിസന്ധികൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, നമ്മളെ ചുറ്റുപാടും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈശോയോട് പറയും, എൻ്റെ പ്രതിസന്ധികളാകുന്ന ശത്രുക്കളെ നിൻ്റെ പാദത്തിന് കീഴിലാക്കുവോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും
എന്നെപ്പോഴും ഞാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധിയിൽ ഉടമ്പടി ജീവിക്കുന്ന ഒത്തിരിയേറെ പേര് വരുന്ന സ്ഥലമാണ് കൃപാസനം. ആ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് വിളമ്പുന്ന മേശയിൽ നീ വിളമ്പുന്നുണ്ടല്ലോ ഈശോയെ, അതിൽ നിന്ന് താഴെ വീഴുന്നതൊക്കെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. ഞാൻ എന്നാലും നിന്നെ ഈശോ മാതാവിനെ വിട്ട് ഞാൻ പോകത്തില്ല എന്നെപ്പോഴും ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു വിഷമങ്ങൾ കൂടുമ്പോൾ. പക്ഷെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും വരുമ്പോൾ എൻ്റെ വേദനകൾക്കൊക്കെ കുമ്പസാരക്കൂട് വരെയുള്ള ദൂരമേ ഉള്ളൂ. കുമ്പസാരക്കൂട്ടി പോയി ഒന്ന് കുമ്പസാരിച്ച് ഒന്ന് കരഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ പഴയ ആളാവും. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഒക്കെ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ കിട്ടുന്ന പത്രങ്ങൾ വാങ്ങി എസ്റ്റേറ്റ് മേഖലകളിലേക്ക് പോകും. കൂടുതൽ തമിഴ് പത്രങ്ങളാണ് ഞാൻ വാങ്ങുന്നത്. എല്ലാവർക്കും കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ പത്രങ്ങൾ കൊണ്ടു കൊടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കുറച്ച് പേര്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ 18 വർഷമായിട്ട് കാറ്റഗിസം ടീച്ചറാണ്. 20 വർഷമായിട്ട് ഞാൻ കൊയറിലുണ്ട്. അപ്പോൾ എപ്പോഴും ദേവാലയത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീനേജിലെ കുട്ടികളും അവരുടെ കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർ വേദനിക്കുന്നവരെ കേൾക്കാൻ കൂടുതലും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വിളി അതാണെന്ന്. ഒത്തിരിയേറെ പേരെ കേൾക്കാനും അവരോട് സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ഇപ്പം ഞങ്ങൾക്ക് തനിച്ചൊരു പ്രശ്നമില്ല. എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റേതെന്നില്ല. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്നെ ഉടമ്പടി സാക്ഷിയാക്കിയതിന് 1000 നന്ദി. എൻ്റെ പേര് മെർലി. ഞാൻ വരുന്നത് വരാപ്പുഴ പുത്തൻപള്ളി ഇടവക അംഗമാണ്. ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുത്തത് 9/2/21 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് 2017 എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ ഒപ്പമാണ് ഞാൻ വന്നത്. ഇത് ചേച്ചിയുടെ മകളാണ്. ഈ മകൾക്ക് വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിലും മരുന്നുകളൊന്നും കഴിച്ചില്ല. എന്നാൽ പോലും കുട്ടികളുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടിയിൽ ആ മകൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഉപ്പും തേനും കാശ് രൂപവും കൊടുത്ത് അവളോടും പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. രാവിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ വയറ്റത്തെ ഉടമ്പടി തൈലം പുരട്ടി ആ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഈ ജൂലൈ മാസം 12-ാം തീയതി രാവിലെ, ശനിയാഴ്ചയായിരുന്നു മാതാവ് തന്നത്. രാവിലെ അവൾക്ക് വയറുവേദന വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ കുട്ടിക്ക് അനക്കക്കുറവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 2 തിരിയും കത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സർജറി നടന്ന് സർജറിയിലൂടെ അമ്മ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മകളെ തന്നെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ എല്ലാ മാസവും മുടങ്ങാതെ ഇവിടെ വരികയും പത്രം വാങ്ങിച്ച് എല്ലായിടത്തും നടന്ന് കൊടുക്കുകയും ചെയ്തു. വീടുകളിലും വഴികളിലും എല്ലാവർക്കും കൊടുക്കും. എല്ലാവരോടും എനിക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾ ഞാൻ പറയുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഉപ്പ തേന കൊടുക്കുമെന്ന്. അപ്പോൾ ഞാൻ അവർക്കെല്ലാം അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാറുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഓർഫനേജിൽ പോവുകയും രോഗികൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെ കൊണ്ടാവുന്ന വിധം ആഴ്ചകളിലെ മാസത്തിലായാലും ഞാൻ കൊടുക്കാറുണ്ട്. രോഗികളെ സന്ദർശിക്കുകയും ചെയ്യും. ആർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നുവോ അവർക്കെല്ലാവരും നല്ല അനുഗ്രഹങ്ങൾ കിട്ടുകയും അവർ എന്നോട് വിളിച്ചു പറയുകയും ചെയ്യും ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന്. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭവനത്തിലാണെങ്കിലും ഞങ്ങളെല്ലാ ദിവസവും എല്ലാവരും കൂടി പള്ളിയിൽ പോവുകയും പ്രാർത്ഥനയിലും എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ മക്കളും ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പേര് ഗീതു എന്നാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആൻറ്റിയുടെ പ്രാർത്ഥന കൊണ്ടായതാണ്. അതെനിക്ക് കുറച്ച് വിശ്വാസവും ഉണ്ട്. ഞാൻ എൻ്റെ ആൻറ്റി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നത് മാത്രം എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ തേനും ഉപ്പും ഒക്കെ എനിക്ക് തരാറുണ്ടായിരുന്നു. ഞാൻ അതിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ആൻറ്റി പ്രാർത്ഥിക്കുന്നത് മാത്രം എനിക്കറിയില്ലായിരുന്നു. രാവിലെ പ്രാർത്ഥിക്കുന്നത് മാത്രം, തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നത് മാത്രം എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം
നവംബർ 30 ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ആൻറ്റിയെ വിളിച്ച് പറഞ്ഞത്. അതൊരു ശനിയാഴ്ചയായിരുന്നു. എന്നിട്ട് അതിന് ശേഷമാണ് ആൻറ്റി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നത്. എന്നിട്ട് നോർമലി പ്രാർത്ഥിക്കാറുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞു. ഡെലിവറിക്ക് ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും കുറച്ച് പ്രോബ്ലംസ് പറഞ്ഞിരുന്നു. കുട്ടിയെ കിട്ടാൻ പ്രയാസമാണെന്ന് വരെ ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം ആൻറ്റിയെ വിളിച്ച് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ആൻറ്റി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആൻറ്റി അപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 11:30 ആയപ്പോഴാണ് എൻ്റെ ഡെലിവറി നടന്നത്. അതും ശനിയാഴ്ച തന്നെയായിരുന്നു. ജൂലൈ 12 ശനിയാഴ്ചയായിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഒരു കുട്ടിക്കൊരു 7 ദിവസം ഒക്കെ ആയിട്ടുണ്ടാവും. വീട്ടിൽ വന്നതിന് ശേഷം ഒരു ദിവസം ഫുള്ളായിട്ട് കുട്ടി മൂത്രമൊഴിക്കുകയും അപ്പിയിടുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. രാവിലെ വൈകുന്നേരം വരെ ഞാനത് നോർമലായിട്ട് തന്നെ ആവും എന്ന് വിചാരിച്ചിരുന്നു. വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ആൻറ്റി ഇതുപോലെ കുഞ്ഞി മൂത്രം ഒഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആൻറ്റി അപ്പം തന്നെ എന്നെ കുട്ടിയായിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. എടുത്തിട്ട് ഞാൻ ചെന്നു. രൂപത്തിൻ്റെ നടയിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം കുട്ടിയുടെ തലയിൽ എണ്ണ പുരട്ടി തുടങ്ങിയപ്പോൾ തന്നെ കുട്ടി മൂത്രമൊഴിച്ചു. അത് എനിക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റാത്തൊരു സാക്ഷ്യമാണ്. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു 3 മാസം കഴിഞ്ഞു. ആൻറ്റി എന്നോട് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പോകാം, അവളൊന്നും കൂടി ഒന്നായിട്ട് പോവാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞു. ഞാനിതുപോലെ തന്നെ ഉണ്ണി ഉറങ്ങുമായിരുന്നു. രാവിലെ എഴുന്നേറ്റിരുന്നു. ഞാൻ ബാത്റൂം പോകാൻ വേണ്ടി എഴുന്നേറ്റതാണ്. ബാത്റൂം പോകാൻ വേണ്ടി എഴുന്നേറ്റ് വന്നതിന് ശേഷം എനിക്ക് പിന്നെ ഒട്ടും ഒരടി നടക്കാൻ പറ്റാത്ത രീതിയിൽ വയറ് ഭയങ്കര വേദന തുടങ്ങി. വയറുവേദന എടുത്ത് സഹിക്കാൻ പറ്റാത്ത വേദനയായി. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ആസ്പത്രി പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് കുറച്ചുകൂടി നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. നോക്കിയിട്ട് പോകാമെന്ന് പറയണതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ ആൻറ്റിയോട് ചേട്ടനോട് പറഞ്ഞു എനിക്ക് തേനെടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തേനെടുത്ത് തന്നു. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഇത്തിരി തേനെടുത്ത് ഞാൻ കുടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല എന്നാണ്. വന്ന വയറുവേദന ഏത് വഴി പോയിന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ഇത് എനിക്ക് നേടിത്തരുന്നുണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ. അതിനേക്കാളും ഏറ്റവും അതിശയം 5 മണി കഴിയുമ്പോഴത്തേക്കിന് എൻ്റെ മോള് എപ്പോഴായാലും എഴുന്നേക്കും എന്നുള്ളതാണ്. രാവിലെ 5 മണി കഴിയുമ്പോൾ എങ്ങനെയായാലും അവൾ എഴുന്നേറ്റ് ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. രാവിലെ 5:30 ശേഷമുള്ള ഡെലിവറിയുടെ ഞാൻ ഇരിക്കാറുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞ് അവളും എന്നോടൊപ്പം ഇരിക്കാറുണ്ട്. അതിന് ശേഷമേ അവൾ പിന്നെ കിടന്നുറങ്ങാറുള്ളൂ. ഒരു 6:30 6:45 വരെ അവൾ എഴുന്നേറ്റിരിക്കും. അതിന് ശേഷം അവൾ കിടന്നുറങ്ങും. ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ആത്മീയമായിട്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാവരും ഞങ്ങൾ പള്ളിയിൽ പോവുകയും 2 ആഴ്ചത്തുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും ചെയ്യുന്ന എൻ്റെ മെഴുകുതിരിയിൽ എന്നും മാതാവിൻ്റെ ഹൃദയവും തിരുഹൃദയത്തിൻ്റെ ഹൃദയവും അല്ലെങ്കിൽ പൂവുകൾ അതെല്ലാം വിരിയും. ഞാൻ എന്ത് സങ്കടത്തോട് പ്രാർത്ഥിക്കുന്നുവോ അപ്പോൾ തന്നെ അടയാളങ്ങൾ സംഭവിക്കും. എല്ലാത്തിനും അമ്മയ്ക്ക് 1000 നന്ദി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും നിത്യത വരെ അമ്മയുടെ ഉടമ്പടി ജീവിച്ചോളാമെന്ന് ഞാൻ പൂർണ്ണമായും അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് 1000 നന്ദി. ഈ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയതിൽ ഞാൻ വളരെ ഭാഗ്യവതിയും അതിനോടൊപ്പം തന്നെ അനുഗ്രഹവതിയും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഐശ്വര്യ ജേക്കബ്. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കട്ടപ്പന സെൻറ്റ് ജോർജ് ഫൊറോൻ ചർച്ചിലെ ഇടവക അംഗമാണ്. ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിട്ടാണ്. 2019 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത്. അപ്പോൾ അന്ന് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോസ് കാണും. അങ്ങനെയൊക്കെ ഈ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ എന്തെങ്കിലും എക്സാമിൻ്റെ സമയത്തിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ എനിക്ക് കൃപാസനത്തിനോട് എപ്പോഴും ഒരു ഓൺലൈൻ വഴിയായിട്ടുള്ള ബന്ധം എല്ലാ രീതിയിലും ഞാൻ കൂടുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഞാൻ കുറേ പേരുടെ അടുത്ത് കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത കൃപാസനമുണ്ട്, മാതാവിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരുവല്ലയിൽ പുഷ്പഗിരിയിൽ BSc നഴ്സിംഗ് പഠിക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷമാണ് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം പുറത്ത് ജോലിക്ക് പോകണം എന്നായിരുന്നു. പക്ഷേ ഇപ്പം പുറത്തോട്ടൊന്നും ഇൻടേക്സ് ഇല്ല. പിന്നെ ഞാനൊരു ഫ്രഷറാണ്. അപ്പം എനിക്ക് അബ്രോഡ് ഒരു ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമായിരുന്നു. ഇനി ഒരിക്കലും അത് നടക്കത്തില്ല. അന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ ആരെയും ഇപ്പം പുറത്തോട്ട് എടുക്കുന്നില്ല. OETs ഇതൊക്കെ എക്സ്പയർ ആയിട്ടുള്ളവർ വരെ
എൻ്റെ സീനിയേഴ്സ് നിൽക്കുക. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം നടക്കത്തേ ഇല്ലെന്ന ഒരു ഇതിൽ സങ്കടമായിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അത്ര താല്പര്യം ഇല്ലായിരുന്നു ഞാൻ നഴ്സിങ്ങിന് പോകണമെന്ന്. അപ്പം എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ തന്നെയാണ് പുഷ്പഗിരി സെലക്ട് ചെയ്തത്. എല്ലാം എൻ്റെ ഇഷ്ടത്തിനായിരുന്നു ഞാൻ ഇത്രയോ ചെയ്തു വന്നത്. അപ്പം പെട്ടെന്നാണ് ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഒരു UK നിന്ന് ഒരു NHS ഇൻ്റർവ്യൂ റിക്രൂട്ട്മെൻറ്റ് വന്നത്. അപ്പം 50 പേര് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. അതിൽ 38 പേര് ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിതിൽ സെലക്ഷൻ തരണമേ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് UK പോകണമെന്ന്, എനിക്ക് ഇത് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പം 22 പേരെ സെലക്ട് ആക്കിയതിൽ ഒരാൾ ഞാനായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര പഠിത്തക്കാരിയല്ല, എന്നാൽ അത്ര പഠിക്കത്തില്ലായകയല്ല, ഞാനൊരു മിഡിൽ ലെവലിലായിരുന്നു. എങ്ങനെയാണേലും എക്സാമിനെല്ലാം ഞാൻ പാസ്സാകും, അങ്ങനത്തെ ഒരു ലെവലിലുള്ള ആളായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് 20 എന്നുള്ള ഡേറ്റിനുള്ളിൽ OET, CBT, ബാക്കി NMC പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജാനുവരിയിൽ UK പോകാൻ പറ്റും എന്നാണ്. അത് എത്രത്തോളം സത്യമാണോ ഒന്നും അറിയത്തില്ല. അപ്പം എനിക്ക് ഉണ്ടായിരുന്നു OET, CBT ഒക്കെ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഉടമ്പടിയിൽ സാക്ഷ്യങ്ങൾ ഭയങ്കര പാടാണ്, അത് പാസ്സാകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്, എത്ര പഠിക്കുന്നവർക്കാണെങ്കിലും അതൊന്നും കിട്ടത്തില്ല, ഭയങ്കര ഭാഗ്യമാണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഇംഗ്ലീഷിൽ ഞാനൊരു ഇച്ചിരി കോൺഫിഡൻ്റ് ആയിരുന്നു. എൻ്റെ കോളേജിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇംഗ്ലീഷിലുള്ള MCs എല്ലാം ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്ന്. അപ്പം എൻ്റെ കൂടെയൊക്കെ ഉള്ളവർ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ട്, പക്ഷേ എനിക്കൊരു ഇതായിരുന്നു, എനിക്കിതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുമോ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം അതേപടി ഫോളോ ചെയ്തില്ലെങ്കിൽ മാതാവ് നമുക്ക് തിരിച്ച് എന്തെങ്കിലും നമുക്ക് എതിരായിട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കണ്ട, അല്ലാതെ തന്നെ ഇപ്പം ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു പോകാം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നു. അപ്പം ഞാൻ മാർച്ചിലാണ് എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞത്. ഈ 2025 മാർച്ചിൽ എൻ്റെ കോളേജിലെല്ലാം കഴിഞ്ഞ് ഞാൻ 17th OET ജോയിൻ ചെയ്തു. എനിക്ക് OET ഈസി ആയിട്ട് തോന്നി. റീഡിങ് എന്ന മൊഡ്യൂൾ മാത്രം എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും തോന്നി. അപ്പോഴും ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഉടമ്പടി എടുത്തില്ല, പ്രാർത്ഥിച്ചിട്ട് പോയി. ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ എല്ലാം ഇടുന്നുണ്ട്, പക്ഷെ ഉടമ്പടി എടുക്കാൻ ഇതായിരുന്നു, എനിക്ക് എന്തോ പോലെയായിരുന്നു. ഇനി കൃപാസനത്തിൽ പത്രം കൊടുക്കുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പേടി. പത്രം കൊടുക്കുമ്പം ആൾക്കാരാരെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ, അപ്പം എന്തോ പോലെ നമുക്ക് നാണക്കേട്, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കാതെ നമുക്ക് എക്സാം എഴുതി നോക്കാം. അങ്ങനെ ഞാൻ മെയ് 24 എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എനിക്ക് റീഡിങ് 2 മാർക്കിന് പോയി. ബാക്കി എല്ലാ മൊഡ്യൂൾസിനും എനിക്ക് നല്ല മാർക്കുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതെന്ത് പറ്റി എനിക്ക് തരാം, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം കുറച്ച് പേർക്ക് കിട്ടി. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് എന്തുകൊണ്ട് മാതാവ് തന്നില്ല, എന്ത് പറ്റിയെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴും എനിക്ക് എന്നിൽ തന്നെയായിരുന്നു കോൺഫിഡൻസ്, കിട്ടുമായിരുന്നല്ലോ. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്കതൊരു OET കിട്ടാനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. അങ്ങനെ കുറേ സങ്കടപ്പെട്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേറ്റ് എടുത്ത് ജൂൺ 28 എക്സാം എഴുതിയപ്പോഴും എനിക്ക് പിന്നെയും റീഡിങ് 1 മാർക്കിന് പോയി. ബാക്കി എല്ലാ മൊഡ്യൂളിലും അതേ സെയിം മാർക്ക് തന്നെ. അപ്പം തൊട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി. എൻ്റെ കൂടെ ഉള്ളവർക്ക് എല്ലാം കിട്ടി. ആ ഇൻ്റർവ്യൂ 22 പേരിൽ കിട്ടിയിൽ പകുതി പേർക്ക് OET പാസ്സായി. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും പാസ്സായി. എന്നിട്ടും എനിക്ക് ആദ്യം കിട്ടും എന്ന് പറഞ്ഞായിരുന്നു എനിക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കൃപാസനത്തിൽ അപ്പം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉറപ്പായിട്ടും കിട്ടും, കൂടെ ഉള്ളവർക്കെല്ലാം കിട്ടിയല്ലോ, അപ്പോൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ ഇനി അടുത്ത ഒരു അറ്റംപ്റ്റും കൂടെ ചെയ്ത് നോക്കാം, അതിൽ എന്നാണെങ്കിലും എനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ്, ഇത്രയും വരെ വന്നില്ല, ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി എടുക്കാൻ ഞാൻ പിന്നെ ഒരു മടി കാണിച്ചു. അങ്ങനെ ഞാൻ ജൂലൈ 12 പിന്നെയും ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. ആ എക്സാം എഴുതി ആദ്യത്തെ 2 എക്സാമും റീഡിങ് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. മൂന്നാമത്തെ ഞാൻ എക്സാം എഴുതി ഉടമ്പടി എടുക്കാതെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പിന്നെയും പോയി എക്സാം എഴുതിയത്. എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ആദ്യത്തെ സെക്ഷനിൽ 2 അറ്റൻഡും ചെയ്തില്ല. എന്തെങ്കിലും എഴുതി വെക്കേണ്ട ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണ്ടല്ലോ എന്നോർത്ത് ഒരു 5-6 ആൻസർ ഞാൻ വെറുതെ എഴുതി വെക്കുകയും ചെയ്തു. എനിക്ക് എന്തോ ചെയ്യേണ്ട ഭയങ്കര സങ്കടം, ഡിപ്രഷൻ, ആരോടും മിണ്ടാൻ ഇഷ്ടമില്ല. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എന്നെ വിളിക്കുമ്പം
എനിക്ക് പറയാനോ അവരോടൊന്നും മിണ്ടാനോന്നേ ഇല്ല. വീട്ടിലാണെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല. അങ്ങനെ ഒരു ദിവസം ജൂലൈ 12 ഞാൻ എക്സാം എഴുതി. ജൂലൈ 15 ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പോവാന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ കട്ടപ്പനയിൽ നിന്ന് രാവിലെ 4:15 ഒരു ബസ്സൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായിരുന്നു. ഞാൻ ഇവിടെ ഒരു കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ എന്നെ തന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കി, ഇതെല്ലാം ഞാൻ ഫോളോ ചെയ്യും. എന്നിട്ട് പക്ഷേ എനിക്കൊരു സങ്കടമായിരുന്നു, ഞാൻ എക്സാം കഴിഞ്ഞിട്ടാണല്ലോ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഈ അറ്റംപ്റ്റിൽ എനിക്ക് തന്നില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം എനിക്ക് ഓൾറെഡി അറിയാം എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു, എൻ്റെ മെറിറ്റിൽ ഏതായാലും എനിക്കിത് കിട്ടത്തില്ല. അപ്പം ഇനി ഒരു അറ്റംപ്റ്റും കൂടെ എനിക്ക് ചാൻസ് ഉള്ളൂ. ഓഗസ്റ്റ് 20 ആണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഓഗസ്റ്റ് 9 കൂടെ എനിക്കിനി എക്സാം ഉള്ളൂ. അപ്പം ആ അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാക്കി തന്നാൽ മതി. അതിന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. ആ അറ്റംപ്റ്റിൽ ഞാൻ എന്താണെങ്കിലും പാസ്സാകും, കാരണം ഞാൻ ഇപ്രാവശ്യം ഉടമ്പടി എടുത്തു, ഫുൾ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചപ്പോൾ എനിക്ക് ഓഗസ്റ്റ് 9 പാസ്സാണെന്ന് എഴുതാൻ തോന്നിയില്ല. ഞാൻ എഴുതിയ എക്സാമിൽ തന്നെ എന്നെ പാസ്സാക്കണേ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗത്തിൽ എഴുതിയത്. അങ്ങനെ ഇവിടുന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കരഞ്ഞോണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഇനി ഞാൻ ഇവിടെ വരണമെങ്കിൽ ചിരിച്ചോണ്ടല്ല, ഞാൻ ഇങ്ങോട്ട് എന്നെ വരുത്തരുതേ. അന്ന് ഞാൻ ഇവിടുന്ന് എൻ്റെ വീട് എത്തുന്ന രാത്രി 11:30 ആയി. അതുവരെ ഞാൻ എനിക്ക് ഭയങ്കര ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര വൊമിറ്റിങ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉള്ള ആളാണ്. ഞാൻ ഇവിടുന്ന് കയറിയപ്പോൾ തൊട്ട് എൻ്റെ വീട് എത്തുന്നിടം വരെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടായിരുന്നത്, എനിക്ക് എങ്ങനെയും എന്നെ ഒന്ന് പാസ്സാക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഗ്രാജുവേഷനായിരുന്നു ജൂലൈ 18 നഴ്സിങ്ങിൻ്റെ. അപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ ഗ്രാജുവേഷന് പോകത്തില്ല, എനിക്ക് നാണക്കേട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ പോയി ഞാൻ എങ്ങനെ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ട് ഇത്രയും ഇംഗ്ലീഷ് അറിയാവുന്ന ആളായിട്ട് എനിക്കിത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. ഞാൻ ഗ്രാജുവേഷന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ ജൂലൈ 15 ഞാൻ ഉടമ്പടി എടുത്തു. 18 ഗ്രാജുവേഷൻ. 17 എൻ്റെ OETയുടെ റിസൾട്ട് വന്നു. എനിക്ക് 350 വേണ്ടിടത്ത് 360 മാർക്സ് തന്ന് റീഡിങ്ങും എല്ലാ മൊഡ്യൂൾസിനും B ഗ്രേഡ് തന്ന് ഞാൻ പാസ്സായി. ഇത് എനിക്ക് 0 മെറിറ്റാണ്. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ആണത്. ഒരു യോഗ്യതയില്ല. ഞാൻ ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു തേർഡ് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം. വീട്ടിലും എനിക്ക് മാത്രം എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്നവരോട് പോലും ഞാൻ പറഞ്ഞില്ല ഞാൻ എക്സാം എഴുതിയെന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഗ്രാജുവേഷന് സന്തോഷത്തോടെ പോകാൻ ചാൻസ് കിട്ടണമെന്നായിരുന്നു. എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും എനിക്ക് ഈ ഉടമ്പടി തൈലമൊക്കെ എക്സാം സെൻറ്ററിൽ OET എഴുതുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഉടമ്പടി എടുത്തവരായിരുന്നു എൻ്റെ എക്സാം സെൻറ്ററിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ഞാൻ അങ്ങോട്ട് എന്ന് ചോദിച്ചു, എനിക്ക് ഇച്ചിരി ഉപ്പ് തരാമോ എന്ന് ചോദിച്ച് ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം അവർ എനിക്ക് തന്ന്. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ ഉടമ്പടി തൈലം ഉപ്പ് ഇടുകയും എൻ്റെ റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആണ് എക്സാമിന് പോയത്. അപ്പം അങ്ങനെ ഓഗസ്റ്റ് 20 മുന്നായി തന്നെ ഞാൻ എൻ്റെ OET CBT എല്ലാം NMC പ്രോസസ്സിങ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ വരുന്ന ഞായറാഴ്ച ജാനുവരി 11 ഞാൻ UK പോവാണ്. സ്കിൽഡ് വർക്കർ വിസ കിട്ടിയാണ് ഒരു ഫ്രഷറായ എന്നെ മാതാവ് UK വിടുന്നത്. അത് എനിക്കത് അത് എത്ര നന്ദി പറഞ്ഞാലും മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞാൽ തീരത്തില്ലാത്ത അത്ര വലിയ അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നത്. ഒന്നും ചോദിക്കാതെ തന്നെ എന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെയാണ് മാതാവ് എന്നെ അത്രയും 2 പ്രാവശ്യം എഴുതിപ്പിച്ച് എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം. രണ്ടാമത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് PCOD എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടായിരുന്നു. ഞാൻ 7 ഇയേഴ്സായിട്ട് ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ അന്ന് തൊട്ട് ഇന്ന് വരെ 7 മാസമായി എനിക്ക് പീരിയഡ്സ് റെഗുലറാണ്. എനിക്ക് ഒരു ഹോർമോൺ ടാബ്ലറ്റ്സും കഴിക്കേണ്ട വന്നിട്ടില്ല. ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. വയറിൽ പുരട്ടി പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി. അതിനുശേഷം എൻ്റെ ഇത് ഇറഗുലർ ആയിട്ടില്ല, ഇതുവരെ നോർമലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഇതല്ലാതെ ഒരുപാട് അതിന് ഉടമ്പടിക്ക് ശേഷം ഞാൻ ഓൾറെഡി ഒരു ഇച്ചിരി തടസ്സമുള്ള ആളാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് ആദ്യത്തേതിൽ ശരിയാവുന്ന ഒരാളല്ല, എല്ലാം ഒരു രണ്ടാമത്തേതിൽ അങ്ങനത്തെ ഒരാളാണ് ഞാൻ, ശരിയാവുന്ന എല്ലാ കാര്യങ്ങളും.
ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു എനിക്ക് ആ സ്പോട്ടിൽ തന്നെയാണ് എനിക്കത് സാധിച്ചു കിട്ടുന്നത്. അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. എങ്ങനെ ഇത് കൊടുക്കും, എല്ലാവരും ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയ അന്ന് തൊട്ട് 3 ദിവസത്തിനുള്ളിൽ ഞാൻ ആ പത്രം മൊത്തം കൊടുത്തു തീർത്തു. അത് ഞാൻ ഞങ്ങളുടെ സ്ഥലത്ത് ഇറങ്ങി നടന്ന് ഓരോരുത്തരുടെ എടുത്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരാരും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞില്ല, എല്ലാവരും തന്നെ വാങ്ങിച്ചു. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നവർ, എനിക്ക് അറിയാവുന്നവരൊക്കെ ഉള്ളിടത്തെല്ലാം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും. പിന്നെ കൃപാസനത്തിലെ ഡെയിലി ബ്രെഡ്, ധ്യാനങ്ങൾ എല്ലാം ഞാൻ ഒരു മുടക്കവും കൂടാതെ കൂടും. എനിക്ക് അതൊക്കെ ഒരു മടിയുള്ള ആളായിരുന്നു. ഈ ധ്യാനമൊക്കെ 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് കൂടുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പറ്റും എന്നുള്ളൊരിതൊക്കെ ആയിരുന്നു. അതൊക്കെ എനിക്ക് ചൊവ്വാഴ്ചയാകുമ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഞാനത് അപ്പം തന്നെ ഫോണിൽ കാണും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാനിപ്പം എനിക്ക് സ്വന്തമായിട്ട് ജോലിയൊന്നുമില്ല. അപ്പം വീട്ടിലുള്ള പൈസയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് പൈസ ചോദിച്ചാലൊന്നും ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് ജോലിയൊക്കെ സ്വന്തമായിട്ട് ആയി കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുക അങ്ങനെ ഒരാളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആരെൻ്റെ അടുത്ത് വന്ന് ഒരു കൈ നീട്ടിയാലും ഞാൻ ആരെയും എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വിടത്തില്ല. എവിടുന്നെങ്കിലും ഞാൻ വാങ്ങിച്ചാണെങ്കിലും എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും ഞാൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചും വാങ്ങിച്ചും എടുത്ത് ഞാൻ അവരെ സഹായിക്കും. അതിലൊന്നും എനിക്കിപ്പോൾ ഒരു മടിയില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് ഇപ്പം എൻ്റെ അടുത്ത് വരാതെ ഒരാൾ ദൂരെ നിൽക്കുകയാണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അവരെ സഹായിക്കും. പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പൈസ കൊടുക്കുന്നുണ്ട്. ആത്മീയമായി എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര വെപ്രാളക്കാരിയായിരുന്നു. എല്ലാം എനിക്ക് ആദ്യം വേണോ അങ്ങനെ ഒരു വെപ്രാളമുള്ള ഒരാളായിരുന്നു. പിന്നെ ദേഷ്യക്കാരിയായിരുന്നു. ഇതിലെല്ലാം ഒരു കൺട്രോൾ വന്നിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഉണ്ടായി. അപ്പം തുടർന്നും ഞാനിപ്പം അടുത്ത ഞായറാഴ്ച പോവാണ്. അപ്പം ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിനെ ഇനി ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതിനി ഉണ്ടാകുന്ന ഇതിലും വലിയൊരു നഷ്ടം ഉണ്ടാകത്തില്ല. ഇത് മാതാവ് എന്നെ അനുഗ്രഹിച്ചതാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ മാതാവിനെ ഉപേക്ഷിക്കില്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കൃപാസന മാതാവിനെ മുറുകെ പിടിച്ച മാതാവ് ഒരിക്കലും കൈവിടത്തില്ല. അത് ഞാൻ ഉറപ്പായി പറയുന്നു. പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് വെച്ചാണ് ഞാൻ എപ്പോഴും ഇപ്പം പ്രാർത്ഥിക്കുന്നത്. എന്താണോ ഈശോയുടെയും മാതാവിൻ്റെയും ഇഷ്ടം അത് നടക്കട്ടെ, ആ ഒരു ഇതിൽ പോവുകയാണ്. ഒരു പേടിയും ഒന്നുമില്ലാതെ എല്ലാം നിങ്ങൾ ഈശോയും മാതാവും തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 അമ്മയ്ക്കും തിരുക്കുമാരന് 1000 നന്ദി. എൻ്റെ പേര് ഡെൽന. ഞാൻ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2020 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് തന്നെ എനിക്ക് പരിശുദ്ധ മാതാവിനെ അറിയാമായിരുന്നു. മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ റൂമിലുള്ളൊരു ചേച്ചി കൊണ്ടുവരികയും ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ട് എനിക്ക് മാതാവിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. 2020 ഞാൻ ഒരു നേഴ്സായിട്ട് മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള എല്ലാം ശരിയായി. മെഡിക്കൽ അൺഫിറ്റായി. അങ്ങനെ 2 തവണ മെഡിക്കൽ ചെയ്തപ്പോൾ 2 തവണ അൺഫിറ്റായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യൂട്യൂബിൽ വെച്ച് യാദൃശ്ചികമായിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അടുത്ത മെഡിക്കൽ വരുമ്പോൾ മെഡിക്കൽ ഫിറ്റ് ആകുമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ മുന്നേ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 3ാമത് വീണ്ടും മെഡിക്കൽ ചെയ്തു. നാട്ടിൽ വന്ന് മെഡിക്കൽ ചെയ്തു. മെഡിക്കൽ ഫിറ്റായിരുന്നു. അങ്ങനെ ഞാൻ 2020 ഫെബ്രുവരി 25 ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന ദിവസം ഇവിടെ ആരാധനയുള്ള ദിവസമായിരുന്നു. ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് തടസ്സമുണ്ടെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഡേറ്റും ഇട്ട് മാർച്ച് 3 എന്നുള്ള ഡേറ്റ് ഇട്ട് സമയം 10:30 വെച്ച് പ്രാർത്ഥിച്ചു. അത് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയാകാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. 25 ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു തിരിച്ചു പോയി. 27 ഞാൻ പ്രെയർ ചെല്ലാൻ തുടങ്ങി. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ എൻ്റെ ടിക്കറ്റ് ശരിയായി. പക്ഷേ ടിക്കറ്റ് മാർച്ച് 2-ാം തീയതി ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു മാർച്ച് 3 ബാംഗ്ലൂരിൽ നിന്നായിരുന്നു എനിക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിന് കയറുകയും ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ 3 ഞാൻ മാതാവിൻ്റെ മുന്നിൽ എഴുതിയ ഡേറ്റിൻ്റെ അന്ന് ഞാനിവിടെ 10:30 സമയം എഴുതിയിട്ടത്. 9:30 ആയപ്പോൾ ഞാൻ കുവൈറ്റിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ 1ാമത്തെ സാക്ഷ്യം.
രണ്ടാമതായിട്ട് ഞാൻ നിയോഗം വച്ചിരുന്നത് എൻ്റെ അവിടെ ചെന്നിട്ടുള്ള മെഡിക്കലായിരുന്നു. ഇവിടുന്ന് മെഡിക്കൽ ഫിറ്റ് ആണെങ്കിലും അവിടെ ചെന്ന് വീണ്ടും നമ്മൾ മെഡിക്കൽ എടുക്കണമായിരുന്നു. അവിടെ ചെന്ന് വീണ്ടും മെഡിക്കൽ ചെയ്തു. എനിക്ക് ഓൾറെഡി ചെസ്റ്റ് ഇൻഫെക്ഷൻ റെഗുലറായിട്ട് ഇങ്ങനെ വരുന്നതും മെഡിസിൻ എടുക്കുന്നതുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത്. മാതാവിൻ്റെ തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നുള്ള മെഡിക്കലിൽ പരിശുദ്ധ അമ്മയുടെ കൃപ വഴിയായി മെഡിക്കൽ ഫിറ്റ് ആവുകയും അവിടുത്തെ എല്ലാ പ്രോസസ്സിങ്ങും നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് മൂന്നാമതായി ഞാൻ മാതാവിൻ്റെ മുൻപിൽ വെച്ച് നിയോഗമായിരുന്നു എൻ്റെ ലൈസൻസിൻ്റെ എക്സാം. അവിടെ ചെന്ന് 3 തവണ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. 3 തവണ എഴുതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ നാട്ടിലേക്ക് കയറ്റിവിടും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. 8 അവർ കോൺട്രാക്റ്റിലായിരുന്നു ഞാൻ കുവൈറ്റിലേക്ക് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പം കൊറോണയുടെ ടൈം ആയിരുന്നതുകൊണ്ട് ഡ്യൂട്ടി അവേഴ്സ് കൂടുതലായിരുന്നു. പഠിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ലായിരുന്നു. കൂടുതലായിട്ട് ഞാൻ പഠിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മെറിറ്റിലല്ലാതെ പരിശുദ്ധ അമ്മയുടെ കൃപ വഴി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവിടുത്തെ ലൈസൻസിൻ്റെ എക്സാം പാസ്സാകാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 3ാമത്തെ നിയോഗം. ആറാമതായി ഞാൻ വച്ചൊരു നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു വീടെന്നുള്ളത്. പക്ഷേ 0 മെറിറ്റിൽ നിന്ന് ആ വീടെന്നുള്ളത് എഴുതിയപ്പോൾ എനിക്ക് തന്നെ ഉള്ളിലൊരു വിശ്വാസമില്ലായിരുന്നു അത് നടക്കുമോയെന്ന്. അത് വീടെന്നുള്ളത് എനിക്ക് ആഗ്രഹിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് കാരണം ഞാൻ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അതിരെ തന്നെ ഒരു വീടും കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടനോട് ഓൾറെഡി ഞങ്ങൾ ചോദിച്ചതായിരുന്നു ആ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന്. ആ ചേട്ടൻ പറഞ്ഞിരുന്നു അത് വിൽക്കുന്നില്ല, ആ സ്ഥലവും വീടും വിൽക്കുന്നില്ല, വാടകയ്ക്ക് കൊടുക്കുവാന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ പറഞ്ഞ ചേട്ടൻ ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി പോയതിൻ്റെ ശേഷം വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് പപ്പയോട് പറയുകയും ചെയ്തു, ഞങ്ങളത് വിൽക്കുന്നുണ്ട്, വിൽക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ലോണിൻ്റെ പ്രോസസ്സിങ് നോക്കിക്കോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞത് വെച്ച് ലോണിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം എനിക്ക് വിശ്വാസമില്ലായിരുന്നു നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതാണ് എൻ്റെ വിശ്വാസമില്ലായ്മയെ പരിശുദ്ധ അമ്മ പരീക്ഷിച്ചു. 2 കൊല്ലത്തോളം ആ വീടിൻ്റെ ലോണിന് വേണ്ടി നടന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അമ്മ ലോണിന് വേണ്ടി പോകുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു തടസ്സങ്ങൾ മാറാൻ വേണ്ടി. അങ്ങനെ മാതാവ് തന്നത് ആ വീടെന്നുള്ളതിന് ഉറപ്പായിട്ട് മാതാവിൻ്റെ മുന്നേ ഞാൻ 2020 ഫെബ്രുവരി 25 ഉടമ്പടി എടുത്തത്. 2022 ഫെബ്രുവരി 25 2 തവണ മാറിപ്പോയ ആധാരം ഞാനിവിടെ ഉടമ്പടി എടുത്ത ഡേറ്റിൽ തന്നെ നടക്കുകയുണ്ടായി. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി വഴി ലഭിച്ച 4 നിയോഗങ്ങൾ. പിന്നീട് എനിക്ക് ഇവിടുത്തെ ഡെയിലി ബ്ലെസ്സിങ് വഴി എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന വഴി എനിക്ക് അനുഗ്രഹം ലഭിച്ചു. ലാസ്റ്റ് ഓഗസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് മാറി കയറുകയുണ്ടായി. ആ സമയത്ത് തന്നെ ഞാൻ കറസ്പോണ്ടൻ്റായിട്ട് പോസ്റ്റ് BSc ചെയ്യുന്നുണ്ടായിരുന്നു. പോസ്റ്റ് BScയുടെ എക്സാമിൻ്റെ ഭാഗമായിട്ട് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ ഇവിടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്തേക്കുകയായിരുന്നു. അവിടെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷനും അതിനകത്ത് ഒരു സ്റ്റാമ്പും വേണമായിരുന്നു. പക്ഷേ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ HRE എന്നോട് പറഞ്ഞു ഒരിക്കലും പോസിബിൾ ആകില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 14 മോർണിംഗ് ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു, നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ മേൽ മാതാവ് 14 ദിവസത്തിനുള്ളിൽ ഒരു ഉത്തരം തരുമെന്ന് പറഞ്ഞു. ഞാനത് എന്നോട് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കറക്റ്റ് 14 ദിവസം ഓഗസ്റ്റ് 26 എൻ്റെ ലൈസൻസ് ട്രാൻസ്ഫറായി. ആക്ച്വലി അതിനകത്ത് വേണ്ടുന്ന ഒരു ക്വാളിഫിക്കേഷനും എനിക്കുണ്ടായിരുന്നില്ല. എങ്ങനെ ട്രാൻസ്ഫർ ആയെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധ അമ്മ ഇടപെട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എനിക്ക് രോഗസൗഖ്യത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഒരുമാതിരി എല്ലാ സംഭവം അലർജി ആയിരുന്നു. പൊടിയെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് അലർജി ഉണ്ടാകാറുണ്ടായിരുന്നു. 2017 ഞാൻ ഇവിടുന്ന് ബോംബെക്ക് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടുകയുണ്ടായി. അത് കഴിഞ്ഞ് അവിടെ വെച്ച് സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റെഗുലറായിട്ട് പഫൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ അതെനിക്ക് നിർത്താൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായി. അവിടെയുള്ള ഡോക്ടേഴ്സ് ഒരുപാട് ചെക്കപ്പ് ചെയ്തു. എൻ്റെ റീസൺ എന്താണെന്ന് ചെക്ക് ചെയ്തു. ഡയഗ്നോസിസിന് വേണ്ടി നോക്കി. പക്ഷേ എന്താണെന്ന് പ്രോപ്പർ ഡയഗ്നോസിസ് അവർക്ക് കണ്ടുപിടിക്കാനായില്ല. കോയറി COPD എന്നും പറഞ്ഞാണ് ലാസ്റ്റ് അവർ ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ ഇവിടെ വന്ന പാടെ എൻ്റെ ആ രോഗം എടുത്തു മാറ്റി. അത് കഴിഞ്ഞ് 2020 ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അടുത്തതായിട്ട് എനിക്കുണ്ടായ ഒരു രോഗ സൗഖ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ചെന്നൊരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പതുക്കെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു സ്ട്രെസ്സ് കാരണമായിരിക്കും, ഉറക്കം ശരിയാകാനായിട്ടാണെന്ന് വിചാരിച്ചു. എനിക്കൊന്നും തന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാം ബ്ലേഡ് വിഷനായിരുന്നു.
പക്ഷേ ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തില്ല, പിന്നെയും മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും കാണത്തില്ല, എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലും എനിക്ക് ബ്ലേഡായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ചൊരു ഒപ്താൽമോളജി കൺസൾട്ടേഷൻ ചെയ്തു. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പവർ ഒത്തിരി കുറയുന്നുണ്ടെന്നും സ്പെക്സ് വെക്കണമെന്നും പറഞ്ഞു. സ്പെക്സ് വെക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പകൽ ഫുൾ ടൈം ഞാൻ വെക്കുമായിരുന്നു. ഈവൻ എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലും എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഫുൾ ടൈം സ്പെക്സ് വെക്കും. നൈറ്റ് ഉറങ്ങുമ്പോൾ മാത്രമേ ഞാൻ അത് റിമൂവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പകലെല്ലാം വെക്കുന്നതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി എണീക്കുമായിരുന്നു. എൻ്റെ മുഖത്ത് സ്പെക്സ് ഇരിക്കുന്ന പോലെ തോന്നുന്നതുകൊണ്ട് രാവിലെ എന്നും ഞാൻ പ്രേയറിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ സ്പെക്സ് എനിക്ക് ലൈഫ് ലോങ് ആകുമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 ആഴ്ച വരെ ഞാൻ സ്പെക്സ് വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് എടുത്തു മാറ്റാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ എൻ്റെ സ്പെക്സ് എടുത്തു മാറ്റി. അതിനുശേഷം എനിക്കിതുവരെ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാനിവിടെ വരുമ്പോൾ പത്രം മേടിച്ചുകൊണ്ട് പോകും. ഇംഗ്ലീഷും മലയാളവും പത്രം മേടിച്ചാണ് ഞാൻ പോകാറ്. ഞങ്ങളുടെ ഇവിടെ കുവൈറ്റിൽ ഫിലിപ്പീൻസ് മാസം ഉണ്ട്, ഞങ്ങളുടെ മലയാളം മാസത്തിൻ്റെ മുന്നേ. അപ്പോൾ അവിടെ വരുന്നവർക്കെല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഈ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുമ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഉടമ്പടി എടുത്ത് ഒരു പത്രം കൊണ്ട് അവിടെ കൊടുക്കുന്നവരെ കാണാം. അവരുടെ നിന്ന് എക്സ്ട്രാ എപ്പോഴും 5-6 പത്രം ഞാൻ മേടിച്ച് എൻ്റെ കൂടെയുള്ളവർക്ക് കൊണ്ടുപോയി മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ അറിയാവുന്നവർ പറഞ്ഞാൽ പൈസ കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നു. ഭയങ്കര തിരക്കൊക്കെയാണ്, ഞാൻ ജപമാല ഉപേക്ഷിക്കുമായിരുന്നു അന്ന്. പകരം മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലിയിട്ടായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്ന് ഞാൻ ഉടമ്പടിയിലോട്ട് വന്നോ അതിനുശേഷം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ജപമാല മുടങ്ങാതെ ചെല്ലാൻ തുടങ്ങി. ഞങ്ങൾക്ക് കുവൈറ്റിലെ കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും അഖണ്ഡ ജപമാല നടക്കാറുണ്ട്. എന്നെക്കൊണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പോകാറുണ്ട്. അവിടെ എല്ലാവർക്കും നേർച്ച വസ്തുവായിട്ട് മാതാവിൻ്റെ കാർഡും കൊന്തയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൊന്ത കെട്ടി കൊടുക്കാറുണ്ട്. ഇത്രയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.